BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. UDF RMP ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ സഹകരണത്തോടെ നടത്തിയ ഹൃദ്യം 2025 പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വടകര MP ഷാഫി പറമ്പിലിനെ കാണാനെത്തിയത് ആയിരങ്ങൾ. ബഹ്റൈനിലെത്തിയ അദ്ദേഹത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. പാർട്ടി പ്രവർത്തകരെ കൂടാതെ നിരവധി ആളുകളാണ് ഷാഫി പറമ്പിലിനെ കാണാൻ സമാജത്തിൽ തടിച്ചുകൂടിയത്. കാണികളും അണികളും ആർപ്പുവിളികളോടെയാണ് അദ്ദേഹത്തെ സമാജത്തിലേക്ക് വരവേറ്റത്. ഹൃദയം 2025 എന്ന പേരിൽ ഫെബ്രുവരി 22 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ കുറ്റ്യാടി മണ്ഡലം MLAയുമായ പാറയ്ക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. RMPA സെക്രട്ടറി N വേണു, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. OICC മിഡിൽ ഈസ്റ്റ് കൺവീനർ രാജു കല്ലുംപുറം, OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നദാനം, OICC ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, OICC ദേശീയ ട്രഷറർ ലത്തീഫ് ആയഞ്ചേരി, KMCC ആക്ടിംഗ് പ്രസിഡന്റ് NK അബ്ദുൾ അസീസ്, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, ട്രഷറർ KP മുസ്തഫ തുടങ്ങിയ നേതാക്കളും ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. പ്രമുഖ ഗായകരായ യൂസഫ് കാരക്കാടും പാർവതി മേനോനും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും വിവിധ കലാപരിപാടികളും ഹൃദ്യം 2025 ഭാഗമായി അരങ്ങേറി. ബഹ്റൈൻ കായിക ദിനത്തോടനുബന്ധിച്ച് SNCS കൂട്ട നടത്തം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വെൽനസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ബഹ്റൈൻ മറീന ഡോൾഫ് പാർക്കിൽ ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS ഏവരെയും സ്വാഗതം ചെയ്തു. ചെയർമാൻ കൃഷ്ണകുമാർ D പതാക കൈമാറി. ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കം 100-ലേറെ പേർ പങ്കെടുത്തു. വെൽനസ് ഫോറം സെക്രട്ടറി ഓമനക്കുട്ടൻ, കൺവീനർ ഷീലാൽ എന്നിവർ നേതൃത്വം നൽകി. വൈസ് ചെയർമാൻ പ്രകാശ് KP നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ സന്ദർശനത്തിനെത്തിയ വടകര MP ഷാഫി പറമ്പിൽ MPയെ പാക്ട് ഭാരവാഹികൾ സന്ദർശിച്ചു. പാലക്കാട് MLA ആയിരുന്നപ്പോൾ പാക്ട് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ഷാഫി പറമ്പിൽ ബഹ്റൈനിലെത്തിയിരുന്നു. പമ്പാവാസൻ നായർ, പാക്ട് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ, പ്രസിഡന്റ് അശോക് കുമാർ, ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ, സതീഷ് കുമാർ, KT രമേശ്, സൽമാനുൽ ഫാരിസ്, ജഗദീഷ് കുമാർ, രാമൻ ഉണ്ണി, കോടൂർ തുടങ്ങിയവരാണ് MPയെ സന്ദർശിച്ചത്. വിശുദ്ധ ഖുർആൻ വിശുദ്ധിക്ക് എന്ന ശീർഷകത്തിൽ നടക്കുന്ന റമലാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി ICF ബഹ്റൈൻ സംഘടിപ്പിച്ച പ്രകാശതീരം 2025 ശ്രദ്ധേയമായി. മനാമ അദാരെ പാർക്ക് ന്യൂ സീസൺസ് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഖുർആൻ പ്രഭാഷണം നടത്തി. ഖുർആൻ മാനവരാശിക്ക് മുഴുവൻ വഴികാട്ടിയാണെന്നും ഖുർആൻ ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങളിലൂടെ ജീവിത വിശുദ്ധി കൈവരിച്ച് വിജയികളാവാൻ വിശ്വാസികൾ പ്രതിജ്ഞാബദ്ധരാവണമെന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ബോധിപ്പിച്ചു. ICF ബഹ്റൈൻ നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, PM സുലൈമാൻ ഹാജി, ഷാനവാസ് മദനി കാസർഗോഡ്, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, ഷൈഖ് മുസീർ, മുഹമ്മദ് ഹുസൈൻ മദനി, ഉസ്മാൻ സഖാഫി തളിപ്പറമ്പ്, റഫീഖ് ലത്തീഫി വരവൂർ എന്നിവർ സംബന്ധിച്ചു. ഷമീർ പന്നൂർ സ്വാഗതവും അബ്ദുസമ്മദ് കക്കടവ് നന്ദിയും രേഖപ്പെടുത്തി. IYCC ബഹ്റൈൻ ബുദയ്യ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധീരരക്തസാക്ഷികൾ കൃപേഷ് ശരത്ലാൽ അനുസ്മരണ സംഗമവും ഏരിയ കൺവെൻഷനും സൽമാനിയയിലുള്ള കലവറ റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബുദയ്യ ഏരിയ പ്രസിഡന്റ് അഷ്റഫ് EKയുടെ അധ്യക്ഷതയിൽ IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പേരാമ്പ്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ ദേശീയ ജനറൽ സെക്രട്ടറി എബിയോൺ അഗസ്റ്റിൻ സ്വാഗതവും ഏരിയ ട്രഷറർ അബ്ദുൾ സലീം നന്ദിയും പറഞ്ഞു. IYCC ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയോട്, വൈസ് പ്രസിഡന്റ് അനസ് റഹീം, ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന, എക്സിക്യൂട്ടീവ് അംഗം സജീഷ് രാജ് അടക്കമുള്ളവർ അനുസ്മരണ പ്രസംഗം നടത്തി. ദേശീയ കോർ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഏരിയ ഭാരവാഹികൾ, IYCC വനിതാവേദി പ്രവർത്തകർ അടക്കമുള്ളവർ പങ്കെടുത്തു. ICF ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച ICF ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായി അബൂബക്കർ ലത്തീഫി കൊടുവള്ളി, ഷാനവാസ് മദനി കാസർഗോഡ്, മുസ്തഫ ഹാജി കണ്ണപുരം എന്നിവരെ തിരഞ്ഞെടുത്തു. ഡെപ്യൂട്ടി പ്രസിഡന്റുമാരായ സെക്രട്ടറിമാരായി ക്യാബിനറ്റ് അംഗങ്ങളാണ് എന്നിവരെയും തിരഞ്ഞെടുത്തു. തല ഉയർത്തി നിൽക്കാം എന്ന ശീർഷകത്തിൽ 1 മാസം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി യൂണിറ്റ് റീജിയണൽ കൗൺസിലുകൾ പൂർത്തിയാക്കിയ ശേഷം നടന്ന നാഷണൽ വാർഷിക കൗൺസിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ
അൻവർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. ICF ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് സുബൈർ സഖാഫി കോട്ടയം പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകി. KC സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഷമീർ പന്നൂർ പ്രവർത്തന റിപ്പോർട്ടും KP മുസ്തഫ ഹാജി സാമ്പത്തിക റിപ്പോർട്ടും നജീബ് തൊടുപുഴ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. കൊയിലാണ്ടി കൂട്ടം ബഹ്റൈൻ ചാപ്റ്റർ 14-ാം വാർഷികം ഫന്തരീന ഫെസ്റ്റ് 2025 BMC ഹാളിൽ നിറഞ്ഞ സദസ്സിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. നാട്ടി നടന്ന സംഗീത പരിപാടികൾക്കൊപ്പം അറബിക് ഡാൻസ്, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, ഭാരവാഹികൾ അവതരിപ്പിച്ച സ്കിറ്റ്, മുട്ടിപ്പാട്ട് എന്നിവ ഏറെ ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ വർഗീസ്, BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, NK രാധാകൃഷ്ണൻ, അഫ്സൽ തിക്കോടി, രഞ്ജിത്ത് സത്യൻ, ബിനു കുന്നദാനം, കിഷോർ കാന്ത് മുയ്പോത്ത്, റഫീഖ് അബ്ദുള്ള, UK ബാലൻ, ജ്യോതിഷ് പണിക്കർ, ജേക്കബ് തേക്കുംതോട്, ഗോപാലൻ മണിയൂർ, മണിക്കുട്ടൻ, ദീപക്, ഷറഫ് കുഞ്ഞി, KC ഷമീം എന്നിവർ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ മറ്റ് സംഘടനാ സാമൂഹിക പ്രവർത്തകരും പരിപാടിയിൽ പങ്കുചേർന്നു. കൊച്ചനുജനും ഉമ്മയും പിതൃമാതാവും ഉൾപ്പെടെയുള്ളവരെ കൊന്നുതള്ളാൻ അഫ്നാനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? അഫ്നാനെയും കുടുംബത്തെയും അറിയുന്ന നാട്ടുകാർക്ക് പോലും ഒരു തിട്ടവുമില്ല. നാട്ടുകാർക്ക് അഫ്നാനെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. ശാന്ത സ്വഭാവിയായി കാണപ്പെട്ട ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നും അവർ പറയുന്നു. അഫ്നാനെ പ്രാഥമികമായി ചോദ്യം ചെയ്യാനുള്ള അവസരം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് വിഷം കഴിച്ച നിലയിലാണ്. ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനിടെ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നും പോലീസ് പറയുന്നു. കൊടും ക്രൂരതയ്ക്കുള്ള പ്രകോപനം സംബന്ധിച്ച ആദ്യ വിവരം സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. പെൺസുഹൃത്തുമായുള്ള വിവാഹം സംബന്ധിച്ച പ്രശ്നങ്ങളാണെന്നും പറയുന്നുണ്ട്. അഫ്നാന്റെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. അഫ്നാന്റെ പിതാവ് സൗദിയിലാണ്. അവിടെ ഫേർണിച്ചർ കച്ചവടമാണ്. തനിക്ക് 25 ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ടെന്നാണ് അഫ്നാൻ പോലീസിനോട് പറഞ്ഞത്. പറയത്തക്ക സാമ്പത്തിക ബാധ്യതയുള്ളതായി അറിയില്ലെന്നാണ് അയൽവാസികൾ പറയുന്നത്. മാതാവ്, പിതൃമാതാവ്, സഹോദരൻ, പെൺസുഹൃത്ത് എന്നിങ്ങനെ ഉറ്റവരെ എല്ലാം ഇല്ലാതാക്കി ജീവനൊടുക്കാൻ ശ്രമിച്ചതാണ് സാമ്പത്തിക പ്രതിസന്ധിയാകാമെന്ന നിഗമനത്തിന് ആധാരം. എന്നാൽ അകലെ താമസിക്കുന്ന പിതൃ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യം ബാക്കിയാകുന്നു. പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് കരുതുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. എന്നാൽ അയൽവാസികൾ പോലും അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. അഫ്നാന്റെ വീട്ടിൽ നിന്ന് അധികം അകലെയല്ല പെൺകുട്ടിയുടെ വീട്. ലഹരിയുടെ സ്വാധീനവും സംശയമുണ്ട്. എന്നാൽ ഇതുവരെ അത്തരം ബന്ധങ്ങളൊന്നും അഫ്നാനുള്ളതായി വിവരമില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മാത്രമാണ് പോലീസിന്റെ പ്രതികരണം. അഫ്നാന്റെ മൊഴിയെടുത്താൽ മാത്രമേ കൃത്യമായി വിവരം ലഭിക്കുകയുള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫ്നാന്റെ നിലയിൽ പ്രശ്നങ്ങളില്ലെന്നതിനാൽ ചോദ്യം ചെയ്യൽ വൈകില്ല. ജൂൺ 1 മുതൽ സംസ്ഥാനത്ത് ഒരു വിഭാഗം സിനിമാ സംഘടനകൾ നടത്തുന്ന സമരത്തെ തള്ളി താരസംഘടനയായ അമ്മ. സിനിമാ പണിമുടക്കിന് ഒരു പിന്തുണയും നൽകേണ്ടതില്ലെന്നും സംഘടനയിലെ അംഗങ്ങളുടെ പ്രത്യേക യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനിടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനോടുള്ള നിലപാട് കടുപ്പിച്ച് കേരള ഫിലിം ചേംബർ രംഗത്തെത്തി. സുരേഷ് കുമാറിനെതിരായ ആന്റണിയുടെ പ്രസ്താവന ശരിയല്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാൻ ഫിലിം ചേംബർ യോഗത്തിൽ തീരുമാനമായി. ആന്റണി 7 ദിവസത്തിനകം പോസ്റ്റ് പിൻവലിക്കണമെന്നും നോട്ടീസിന് മറുപടി നൽകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.